കേരള രാഷ്ട്രീയത്തിലെ അധികായന്മാരിലൊരാളും SNDP യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങളെല്ലാം വെറും ഒരു വാർത്താ സമ്മേളനത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങളൊന്നുമല്ല, മറിച്ച് കേരളത്തിന് വരാനിരിക്കുന്ന രാഷ്ട്രീയ ഗതിവിധികളെ നിർണ്ണയിക്കുന്ന വലിയൊരു തിരക്കഥയുടെ ഭാഗമാണെന്ന് വേണം ഇതിനെ കരുതാൻ. പതിറ്റാണ്ടുകളായി കേരളത്തിലെ ഈഴവ വോട്ട് ബാങ്കിന്റെ അല്ലെങ്കിൽ തൻ്റെ വിരൽത്തുമ്പിൽ മാത്രമാണെന്നും പതിറ്റാണ്ടുകളായി ഈഴവ വോട്ട് ബാങ്കുകളെല്ലാം തൻ്റെ വിരൽത്തുമ്പിൽ നിർത്തിക്കൊണ്ട് മുന്നണികളെ മാറി മാറി പിന്തുണയ്ക്കുകയും അതുപോലെ അവരെ സമ്പർത്തിലാക്കുകയും ചെയ്യുന്ന തന്ത്രമാണ് അദ്ദേഹം എപ്പോഴും പയറ്റുന്നത്. എന്നാൽ മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളിൽ പ്രകടമായൊരു ഏകപക്ഷീയത കാണപ്പെടുന്നുണ്ട്. ഭരണകക്ഷിയായ CPM-നോടും വിശിഷ്യ മുഖ്യമന്ത്രി പിണറായി വിജയനോടും അദ്ദേഹം പുലർത്തുന്ന അമിതമായ വിനീതഭാവം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന കാര്യമാണ്. തൻ്റെ സമുദായത്തിന് എന്ത് ലഭിച്ചു എന്നതിനേക്കാൾ ഉപരിയായി മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി സംരക്ഷിക്കാനും പുകഴ്ത്താനുമാണ് അദ്ദേഹം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കൂടുതലും സമയം ചിലവാക്കുന്നത്. പിണറായി വിജയനെ ഇരുമ്പ് മനുഷ്യനെന്നും കരുത്തനായ നേതാവെന്നും വിളിക്കുമ്പോൾ തൻ്റെ സമുദായത്തിൽ ലഭിക്കേണ്ട ഭരണപരമായ ആനുകൂല്യങ്ങളെക്കുറിച്ച് അദ്ദേഹം മനഃപൂർവ്വം മൗനം പാലിക്കുകയാണോ എന്നുള്ള സമുദായാംഗങ്ങൾ തന്നെ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പുകഴ്ത്തലുകളെ മറുവശത്ത് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPI-ക്കെതിരെ അദ്ദേഹം തൊടുത്തുവിടുന്ന അമ്പുകൾ മുന്നണിയിൽ തന്നെ അനൈക്യമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ആരോപണം വലിയ തരത്തിൽ ഗൗരവമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ അടിത്തറ പിന്നോക്കഭാഗങ്ങളെന്നും അത് മനസ്സിലാക്കി CPI പ്രവർത്തിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ താക്കീത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വിലപേശൽ കൂടിയാണ്. CPIയുടെ ചില സ്വതന്ത്ര നിലപാടുകൾ CPM-ന്റെ തലവേദന ഉണ്ടാകുമ്പോൾ CPM-ന് വേണ്ടി കൊട്ടേഷൻ എടുത്തതുപോലെയാണ് വെള്ളാപ്പള്ളി നടേശൻ CPI-യെ ആക്രമിക്കുന്നതും കടന്നാക്രമിക്കുന്നതും. ഇടതു മുന്നണിക്കുള്ളിൽ വലിയൊരു തോതിലുള്ള അസ്വസ്ഥതകൾ ഇതിന് കാരണമായിട്ടുമുണ്ട്. മുന്നണി മര്യാദകൾ ലംഘിച്ച് പുറത്തുനിന്നൊരാൾ വന്ന് ഘടകകക്ഷികളെ ഉപദേശിക്കുന്നതിനോട് CPI നേതൃത്വത്തിന് കടുത്ത അമർഷവുമുണ്ട്. എന്നിട്ടും മുഖ്യമന്ത്രിയോ CPI നേതാവോ വെള്ളാപ്പള്ളിയെ തിരുത്താൻ തയ്യാറാകാത്തത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈഴവ വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ്. അതുപോലെ തന്നെ ഗൗരവമാണ് മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടത്തുന്ന വർഗീയ സ്വഭാവമുള്ള ഈ പ്രസ്താവനകളെല്ലാം. മുസ്ലിം ലീഗ് മതവിദ്വേഷം പരത്തുന്നുവെന്നും അവർക്ക് ദുഷ്ടരാക്കാനുള്ളതെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളത്തിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യത്തിൽ ഏൽക്കുന്ന മുറിവ് വളരെ വലുതുമാണ്. ഭരണത്തിലിരുന്നപ്പോൾ ലീഗ് സാമൂഹ്യനീതി നടപ്പാക്കിയോ എന്ന് ചോദിക്കുന്ന വെള്ളാപ്പള്ളി തൻ്റെ സമുദായം ഇത്രയും കാലം അനുഭവിച്ച പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ഒരു പ്രത്യേക സമുദായമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് അങ്ങേയറ്റം അപകടകരമായ ഒരു പ്രവണത കൂടിയാണ്. ഒരു സമുദായ നേതാവ് തൻ്റെ സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ മറ്റൊരു സമുദായത്തെ അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിയ വിവാദ പ്രസ്താവനകളും അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള തെറ്റായ പ്രചരണങ്ങളും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളത് കൂടിയാണ്. ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളെ തുറന്നു കാട്ടുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ വാദങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാതെ വ്യക്തിഹത്യക്കുള്ള കടക്കുന്നതും അല്ലെങ്കിൽ വ്യക്തിഹത്യയിലേക്കെല്ലാം കടന്നു പോകുന്ന വെള്ളാപ്പള്ളിയുടെ സ്ഥിരം ശൈലി കൂടിയാണ്. ഇവിടെ ഇതിൻ്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകൻ റാഹീസ് റഷീദിനോടാണ് ആദ്യമായി അദ്ദേഹം ഈ നിലപാടെടുക്കുന്നത്. തീവ്രവാദിയാണെന്ന് പിന്നീട് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഇന്നും മാധ്യമപ്രവർത്തകരോട് ഇതേ ആവശ്യം തന്നെ ഉന്നയിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ഇതേ രീതി തന്നെയാണ് പ്രകടിപ്പിച്ചതും. ഒപ്പം തന്നെ മാധ്യമങ്ങളോട് അസഭ്യം കാണിക്കുന്ന രീതിയിൽ, അസഭ്യരായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന രീതി ഉണ്ടായി. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. കഴിഞ്ഞ ദിവസം മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്ത വെള്ളാപ്പള്ളി നടേശൻ ഇതേ ശൈലി തന്നെയാണ് മാധ്യമങ്ങളോടെല്ലാം പെരുമാറിയത്. മൈക്കെടുത്തെറിയാൻ എനിക്ക് യാതൊരു മടിയില്ല എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ നാക്ക് പുറത്തിട്ട് കാണിക്കുന്ന തരത്തിലുള്ള അസഭ്യമായ രീതിയിൽ പെരുമാറുന്ന രീതി വരെ ഉണ്ടായിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലെല്ലാം BJP-യുമായുള്ള അദ്ദേഹത്തിൻ്റെ പഴയ ബന്ധവും BDJS എന്ന പാർട്ടിയുടെ രൂപീകരണം തമ്മിൽ ചേർത്ത് വായിക്കേണ്ടത് കൂടിയുണ്ട്. ഇവിടെ BDJS-ഉം BJP-യും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരേ സമയം ഇടതിനെ സ്തുതിക്കുകയും വരികൾക്കിടയിലൂടെ BJP-യുടെ ഹിന്ദു ഏകീകരണ അജണ്ടയ്ക്ക് വളമിടുകയും ചെയ്യുകയാണ് വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം വിരുദ്ധത പ്രസംഗിക്കുന്നതിലൂടെ തീവ്ര ഹിന്ദുത്വ വോട്ടുകളെ ആകർഷിക്കാനും അതുവഴി തൻ്റെ രാഷ്ട്രീയ പ്രസക്തി നിലനിർത്താനുമാണ് അദ്ദേഹം നോക്കുന്നതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാട് ശരിയായിരുന്നു എന്ന് പറയുന്നതിലൂടെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരം താൻ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് അദ്ദേഹം വരുത്തി തീർക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ വെള്ളാപ്പള്ളി തന്നെയാണ് മുമ്പ് പലപ്പോഴും സർക്കാരിന്റെ ശബരിമല നിലപാടിനെതിരെ സംസാരിച്ചിട്ടുള്ളത് എന്നുകൂടി നാം മറന്നു പോകരുത്. ഈ നിലപാടുകളിലെ മാറ്റം രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നതെന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആ നേട്ടങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൂടി ഉള്ളത് കൂടിയാണത്. ഇവിടെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് തീവ്രവാദി എന്ന് പറയുന്നതിനെ ആവർത്തിച്ച് പറയുകയും ചെയ്യുകയും പിന്നീട് അത് ന്യായീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇന്നും വെള്ളാപ്പള്ളി തീവ്രവാദി എന്ന് വിളിച്ചതിനെ ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്, അതേ നിലപാട് തന്നെയാണ്. മത തീവ്രവാദി എന്ന് വിളിച്ചില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വാക്കുകൾ കൂടി ഒന്ന് കേട്ടുവരാം. തീവ്രവാദമായി സംസാരിക്കുന്നവൻ തീവ്രവാദി, മിതമായി സംസാരിക്കുന്നവൻ മിതവാദി. ഇത് കട്ടവന്റെ തലയിൽ പൂടയിരിക്കണമെന്ന് പറഞ്ഞപ്പോ തപ്പിയതുപോലെ അവരുടനെ മത തീവ്രവാദി എന്നാക്കി. മത തീവ്രവാദി എന്ന് പറഞ്ഞിരിക്കാൻ അറിയാൻ പാടില്ലല്ലോ.
അയാൾ ആരാണെന്ന് എനിക്കറിയാം, എന്താണെന്നറിയാം, അയാൾ മറ്റു ബാക്ക്ഗ്രൗണ്ട് എന്നറിയില്ല. മതതീവ്രവാദി എന്ന് ഞാൻ പറഞ്ഞില്ല, അത് പറയാതെ പോയതാണ് അബദ്ധം എനിക്ക് തോന്നുന്നത്. അയാൾ അതായിരിക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ തലയെ തപ്പി കള്ളൻ പുഴൻ കൂടെ ഇരിക്കുന്നത് തലയെ തപ്പിപ്പോയത്. ഞാൻ അങ്ങനെ ആരെ പറ്റുമെന്നില്ല. തീവ്രവാദി അതിനിയും പറയും. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ആദർശത്തെ പോലും മുറുകെ പിടിക്കുന്ന SNDP യോഗത്തിലെ അമരത്തിരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി നടത്തുന്ന ഈ വിദ്വേഷ പ്രസംഗങ്ങൾ ഗുരുദേവ ദർശനങ്ങൾക്ക് പോലും വിരുദ്ധമാണ്. ജാതിരഹിതവും മതനിരപേക്ഷവുമായ ഒരു കേരളത്തെക്കുറിച്ച് ഗുരുക്കൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗുരു ചിന്തിച്ചപ്പോൾ, വെള്ളാപ്പള്ളി ജാതി തിരിച്ചും മതം തിരിച്ചും മനുഷ്യരെ വേർതിരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. തൻ്റെയും കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തെയും മകനെയും രാഷ്ട്രീയമായി സുരക്ഷിതമാക്കാൻ വെള്ളാപ്പള്ളി സമുദായത്തെയും ഇടതു മുന്നണിയും ഒരുപോലെ പയറ്റുകയാണ്, അല്ലെങ്കിൽ ഒരുപോലെ കൊണ്ടു നടക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ LDF മുന്നണിയിലെ വെള്ളാപ്പള്ളി കാരണം വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. CPI ഉണ്ടാകുന്ന അവഗണനയും അധിക്ഷേപവും എത്രത്തോളം സഹിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മുന്നണിക്കുള്ളിലെ വിള്ളലുകൾ മുതലെടുത്ത് തൻ്റെ രാഷ്ട്രീയ സാമ്രാജ്യം വികസിപ്പിക്കാനാണ് വെള്ളാപ്പള്ളിയുടെ ശ്രമങ്ങളെല്ലാം. എന്നാൽ വർഗീയപരമായ ചേർതിരിവുണ്ടാക്കുന്നതിലൂടെ അദ്ദേഹം കേരളത്തിൽ നൽകുന്ന സന്ദേശം വളരെ മോശം കൂടിയാണ്. സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം തകർക്കുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഗൗരവകരമായി കാണേണ്ടത് കൂടിയുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി വർഗീയതയെ താലോലിക്കുന്നത് കേരളം ഇതുവരെ കെട്ടിപ്പടുത്ത എല്ലാ പുരോഗമന ചിന്തകളെയും പിന്നോട്ട് നയിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നടത്തുന്ന ഓരോ നീക്കവും കൃത്യമായി കണക്ക് കൂട്ടിയുള്ളതാണ്. CPMന് അദ്ദേഹം ഒരു അനിവാര്യമായ തിന്മയായി മാറിയിരിക്കുകയും ചെയ്യുന്നു. CPIയെ തളർത്താനും മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കാനും വെള്ളാപ്പള്ളിയെ മുൻനിർത്തുന്നത് CPMന് താൽക്കാലിക ലാഭമുണ്ടാക്കിയേക്കാം. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ തന്നെ അന്തസത്തയ്ക്ക് വലിയ തരത്തിൽ വിഘാതമാവുകയും ചെയ്യും. വെള്ളാപ്പള്ളിയുടെ ഈ രാഷ്ട്രീയ നാടകം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിയുന്നുമുണ്ട്. അധികാരവും സ്വാധീനവും നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു നേതാവായി വെള്ളാപ്പള്ളി മാറുമ്പോൾ നഷ്ടപ്പെടുന്നത് കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം കൂടിയാണ്. LDF ഇപ്പോഴുണ്ടാകുന്ന ഈ വിള്ളലുകളെ എങ്ങനെ പ്രതിരോധിക്കുമെന്നും വെള്ളാപ്പള്ളി തന്റെ അടുത്ത നീക്കം ഏത് ദിശയിലേക്കാണ് നടത്തുകയെന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യും. എന്തായിരുന്നാലും വെള്ളാപ്പള്ളിയുടെ ഈ നീക്കുപോക്ക്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഈ ബാക്കി തോന്നുന്നത് കോതയ്ക്കപ്പെടുന്ന തരത്തിലുള്ള ഈ പ്രവണതയും ഈ പ്രസ്താവനകളും LDFിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. CPMലും CPIയിലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും. CPIയിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് പൊട്ടിത്തെറികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അത് എന്താകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു.